ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വൻ തിരിച്ചടി. MLA ഋതുപ്രത ബാനർജി പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവായി തുടരും. സ്പീക്കറുടെ നടപടിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഇടക്കാല അനുമതി. സ്പീക്കറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അടിയന്തര ഹർജി കോടതി തള്ളി. വിമത MLA ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച സ്പീക്കർ രതീന്ദ്ര ബോസിന്റെ നടപടിയിൽ ഇടപെടാൻ കൊൽക്കത്ത ഹൈക്കോടതി വിസമ്മതിച്ചു. സ്പീക്കറുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് കൃഷ്ണറാവുവിന്റെ ബെഞ്ച് TMCയുടെ ഹർജി തള്ളുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലുണ്ടായ വൻ പിളർപ്പാണ് ബംഗാൾ നിയമസഭയെ പുതിയൊരു രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കിയത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തോട് കലഹിച്ച് പുറത്തുവന്ന 60ഓളം MLAമാർ ഋതുപ്രത ബാനർജിയെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുകയായിരുന്നു. സഭയിലെ ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളുടെയും പിന്തുണ കണക്കിലെടുത്താണ് സ്പീക്കർ രതീന്ദ്ര ബോസ് ഋതുപ്രതയെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത്. എന്നാൽ പാർട്ടി വിപ്പ് ലംഘിച്ച വിമതരുടെ നീക്കത്തെയും സ്പീക്കറുടെ തീരുമാനത്തെയും ചോദ്യം ചെയ്താണ് മമതാ ബാനർജിയുടെ ഔദ്യോഗിക വിഭാഗം കോടതിയെ സമീപിച്ചത്. ശോഭൻ ദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന തൃണമൂലിന്റെ ആവശ്യം സ്പീക്കർ തള്ളിയത് നിയമവിരുദ്ധമാണെന്ന് അവർ വാദിച്ചു. എന്നാൽ സഭയ്ക്കുള്ളിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പീക്കറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഈ ഘട്ടത്തിൽ കോടതി തയ്യാറായില്ല. കേസ് വിശദമായ വാദത്തിനായി അടുത്ത മാസം 28 മാറ്റിയ കോടതി അന്തിമ വിധി വരുന്നതുവരെ ഋതുപ്രതയ്ക്ക് പദവിയിൽ തുടരാമെന്ന് ഉത്തരവിട്ടു. BJP ഭരണത്തിന് കീഴിൽ സഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ തങ്ങൾക്കാണ് അർഹതയെന്ന് ഋതുപ്രത ബാനർജി വ്യക്തമാക്കുമ്പോൾ പാർട്ടിയിലെ പിളർപ്പും കോടതിയിൽ നിന്നേറ്റ പ്രഹരവും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ജനം, ഡൽഹി.